ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ എപ്പോഴുള്ള ജേണൽ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒരു ജേണൽ ബുക്ക് ഉണ്ടാക്കുമെന്ന് വെച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ജേണൽ ബുക്ക് ഞാൻ ഉണ്ടാക്കിയതുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ A4 ഷീറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പഴയ ബുക്കിൻ്റെ പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം ഞാൻ 3 A4 ഷീറ്റ്സ് എടുത്ത് അത് മാത്രം ഒന്ന് ഇങ്ങനെ കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അത് ബൈൻഡ് ചെയ്യാൻ എളുപ്പത്തിനാണ്. കാരണം ഓരോ A4 നമ്മൾ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ടൈം എടുക്കും. 3 നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 2 ക്ലിപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ 2 സൈഡും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ച് 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഇതുപോലെ ഓരോ കുത്തിട്ട് കൊടുക്കുക. ഇതിങ്ങനെ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബൈൻഡ് ചെയ്യാൻ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യുന്നതാണ്. അതിനുശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ കുത്തിട്ടതൊന്ന് നീട്ടി വരച്ചു കൊടുക്കുക. എന്നാലാണ് നമുക്ക് ഇതെല്ലാ ഷീറ്റിലോട്ടും ആ ഒരു മാർക്കിങ് കിട്ടത്തുള്ളൂ. അത് വരച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരേപോലെ അറേഞ്ച് ചെയ്തിട്ട് മാത്രം വരച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ പേപ്പർ എടുത്തിട്ട് ഒരു സൂചി എടുത്തിട്ട് ഇതുപോലൊന്ന് നമ്മളെ മാർക്ക് ചെയ്ത് കൊടുത്ത ഓരോ കുത്തിലും ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. അതായത് നമ്മൾ സൂചി നൂലും വെച്ച് തുന്നുമ്പോൾ ഇത് എളുപ്പത്തിന് എടുക്കാനും. അപ്പോൾ എല്ലാ പേപ്പറിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇനി നിങ്ങളൊരു സൂചി എടുക്കുക, ഒരു നൂലും എടുക്കുക, അതൊന്ന് കോർത്തെടുക്കുക. ഒത്തിരി നീളത്തിൽ കോർത്തെടുക്കാൻ പാടില്ല, ഈ ഒരു വലുപ്പത്തിൽ കോർത്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പാടാവും ഇതിങ്ങനെ വലിച്ചൊക്കെ എടുക്കുമ്പോൾ. നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ ബൈൻഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഒരു സെറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ ഇതുപോലെ ഒന്ന് ആ ഹോളിലൂടെ സൂചി ഒന്ന് കയറ്റി കൊടുക്കുക. തിരിച്ച് നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒന്ന് ഇറക്കി കൊടുക്കുക. ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ആ ഒരു സൈഡ് ഫുള്ള് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും കാണാനായിട്ട്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ തിരിച്ചിത് ചെയ്യുമ്പോൾ ആ ഗ്യാപ്പുള്ള സൈഡ് ഫില്ല് ചെയ്ത് കൊടുത്ത് തുന്നിയെടുക്കുക. അതായത് നമ്മൾ ആ വിട്ട് കിടക്കുന്ന സ്ഥലങ്ങളില്ലേ, അവിടെയൊക്കെ ഒന്ന് സൂചി വെച്ച് തുന്നി കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നൂല് തീരാണെങ്കിൽ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ അടുത്ത സെറ്റ് പേപ്പർ എടുക്കുക. അടുത്ത സെറ്റ് പേപ്പർ എടുത്ത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ആദ്യം ഇതുപോലൊരു ഹോളിലൂടെ സൂചി നൂലും കയറ്റി കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ മറ്റേ ഹോളിലൂടെ തിരിച്ചെടുത്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 2 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടാവും ഇവിടെ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. ഈ റൈറ്റ് സൈഡിൽ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ നിങ്ങൾ സൂചി എടുക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ സൂചി മുകളിലോട്ട് എടുക്കുക. മറ്റേ നമ്മൾ താഴോട്ട് ഇങ്ങനെ കൊണ്ടുവരിക, ഇത് മുകളിലോട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലൊരു ലൂപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ ആ എടുത്ത ഹോളിലൂടെ തന്നെ തിരിച്ചൊന്നുകൂടി സൂചി കയറ്റി കൊടുക്കുക. അതായത് നമ്മൾ ആദ്യം നൂല് ഇങ്ങോട്ട് എടുത്തല്ലോ, ആ ഹോളിൽ കൂടെ തന്നെ പിന്നെയും സൂചി തിരിച്ച് മുകളിലോട്ട് കയറ്റി കൊടുക്കുക. സെയിം പ്രോസസ്സ് ആ ഒരു സെറ്റിൽ ഫുള്ള് റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു വീഡിയോ കടിൽ ക്ലൗഡിൻ്റെ ചാനലിലാണ് കണ്ടിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പാടായിട്ട് തോന്നിയെങ്കിലും ചെയ്തു വന്നു കഴിഞ്ഞപ്പം നമുക്ക് ആദ്യത്തെ ഒരു പ്രൊസീജിയർ മാത്രം മനസ്സിലാക്കാനായിട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ റിപ്പീറ്റായി ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ അടുത്ത സെറ്റ് പേപ്പർ എടുത്തു കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഹോളിലൂടെ ഇതുപോലെ ഒന്ന് സൂചി കയറ്റി കൊടുക്കുക. തിരിച്ച് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ഹോളിലൂടെ ഇതൊന്ന് ഇറക്കി കൊടുക്കുക. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വേണം നിങ്ങൾ സൂചി എടുക്കാനായിട്ട്. അതായത് ഈ വീഡിയോയിൽ കാണുന്ന ഒന്ന് ശ്രദ്ധിച്ച് കാണുക. ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സൂചി കയറ്റി കൊടുക്കുക. എന്നിട്ട് തിരിച്ച് നമ്മൾ സാധാരണ പോലെ തന്നെ വലിച്ചെടുക്കുക. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ ഏത് ഹോളിലൂടെയാണോ ഇറക്കി കൊടുത്തത് ആ ഹോളിലൂടെ തന്നെ ഈ സൂചി ഒന്നും കൂടി റിപ്പീറ്റഡ് ആയിട്ട് ഒന്ന് കയറ്റി കൊടുക്കുക. അതായത് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത പ്രൊസീജിയർ അങ്ങനെ തന്നെയായിരുന്നല്ലോ, നമ്മൾ ഏത് ഹോളിലൂടെ എടുത്തോ അതിലൂടെ തന്നെ തിരിച്ചൊന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ ഫുള്ള് ഈ ഒരു സെറ്റിൽ മൊത്തം റിപ്പീറ്റ് ചെയ്യുക. ഇനിയുള്ള പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. ഇനി എല്ലാ പേപ്പറും നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അടിയിലിരിക്കുന്ന ലൂപ്പിൽ കൂടെ ഇതുപോലെ തന്നെ സൂചി എടുത്ത് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ഓരോ സെറ്റ് പേപ്പർ തീരുമ്പോൾ ഓരോ സെറ്റ് പേപ്പർ മുകളിലോട്ട് വെച്ച് ഇത് ചെയ്ത് കൊടുക്കുക. നൂല് തീരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ വൈറ്റ് നൂല് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാനിതിൽ ബ്ലാക്ക് നൂല് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. വൈറ്റ് പേപ്പറിൽ വൈറ്റ് തന്നെ യൂസ് ചെയ്യുമ്പം കാണാനായിട്ട് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു സെറ്റ് ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഇതുപോലെ 2 കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബൈൻഡിങ് പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ എക്സ്ട്രാ വന്ന പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് നൂലും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ. അതിനുശേഷം ഈ ഒരു പാർട്ട് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി നിങ്ങൾ ത്രെഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ തന്നെ ഈ ഒരു പ്രൊസീജിയർ ചെയ്താൽ മതി. അതായത് ഇങ്ങനെ ജസ്റ്റ് പേപ്പർ ക്ലിപ്പ് കൂട്ടി വയ്ക്കുക, കുറച്ച് പശ വയ്ക്കുക, പരിപാടി കഴിഞ്ഞു. പക്ഷേ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല സെക്യൂർ ആയിട്ടിരിക്കുക, അതുകൊണ്ടാണ് ത്രെഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് പശ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒന്നും കൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ബുക്കിൻ്റെ ഒരു ഇന്നർ പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തെ കവറാണ് ഉണ്ടാക്കേണ്ടത് ബുക്കിൻ്റെ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ബുക്കിൻ്റെ പുറം ഭാഗത്തുള്ള ഒരു പേജൊക്കെ എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം.
അപ്പോൾ ഇതുപോലെ ആ കാർഡ്ബോർഡ് ബോക്സ് ഒന്ന് ചെറിയ രീതിയിൽ വെട്ടി കൊടുത്തിട്ട് നിങ്ങൾ ബുക്കിൻ്റെ അളവിനൊന്ന് വെട്ടിയെടുക്കുക. ഞാനൊരു 1/2 സെൻറ്റിമീറ്റർ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. 2 പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ബുക്കിൻ്റെ ആ ഒരു സൈഡ് പാർട്ടിൻ്റെ ഒരു വിട്ടും കൂടി എടുത്തിട്ട് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ പുറത്ത് ആ ഒരു ക്ലോത്ത് പൊതിയാനുള്ള ഒരു കൺവീനിയൻസിന് വേണ്ടി ചെയ്ത് കൊടുക്കും. ഞാനിങ്ങനെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ക്ലോത്ത് വെച്ച് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ A4 ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടാവും കാണാനായിട്ട്. ഇത് നിങ്ങളൊരു കളർ പേപ്പറോ അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ക്ലോത്തോ എടുക്കുക. അതിന് ശേഷം ഈ നമ്മൾ ഒട്ടിച്ച് വെച്ച് ഈ കാർഡ്ബോർഡ് ഇതിൻ്റെ പുറത്തേക്കൊന്ന് വെച്ച് കൊടുക്കുക. കുറച്ച് ഗ്ലൂ ഉപയോഗിച്ച് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളിങ്ങനെ തുണിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയൺ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എനിക്ക് പറ്റിപ്പോയൊരു മിസ്റ്റേക്ക് അതാണ്. ഞാൻ അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അയൺ ചെയ്തിട്ട് അതൊട്ട് ശരിയാവുന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെപ്പാടെ കൊളായി. ഞാൻ ആദ്യം തൊട്ട് ഈ ഒരു കവർ അഴിക്കാതെ ഇതിൻ്റെ മുകളിലേക്ക് ഇതേ ക്ലോത്ത് ഇട്ട് ഒന്നും കൂടി പൊതിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ തേച്ചിട്ട് മാത്രം ബുക്ക് കവർ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതുപോലെ ചുളിവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ബുക്ക് എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ശരിക്കും പരിപാടി. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി സൈഡിൽ ഒരു ത്രെഡും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ത്രെഡോ ലേസോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ലാസ്റ്റിലേക്ക് ചേർത്ത് ഒട്ടിച്ച് വെച്ച A4 ഷീറ്റിന് സൈഡിൽ കൂടെയാണ് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. 2 സൈഡിലും കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വെച്ച് വേണമെങ്കിലും ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. പക്ഷെ ഉണ്ടാക്കി എടുത്ത് കഴിയുമ്പം നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കണ്ടില്ലേ, പേജസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ബൈൻഡ് ചെയ്തെടുത്തുകൊണ്ടാണ് ഇത്ര ഫിനിഷിങ്ങിൽ ഇരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇതിന് മുമ്പുള്ള ജേർണൽ ബുക്ക് ഞാൻ ഗ്ലൂ വെച്ച് ഒട്ടിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ തന്നെ അത് അറിയാനും പറ്റും. അന്ന് പേപ്പറൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോരാറുണ്ട്. പിന്നെ ഒരു ഫിനിഷിങ് കുറവുണ്ട് ആ ജേർണൽ ബുക്കിന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പിന്നീട് ഞാൻ ഒന്നുകൂടി കവർ മാറ്റിയെന്ന്. അപ്പോൾ ഞാൻ ആ ഒരു ഡിസൈനും കുറച്ചൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഫിനിഷിങ്. അത് തേച്ചതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഒരു ഇതിൽ കിട്ടിയിട്ടുള്ളത് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.